നമസ്കാരം. ഹൃദയരേഖ എന്നത് പ്രധാനപ്പെട്ട ഒരു രേഖ തന്നെയാകുന്നു. ഈ രേഖയുമായി ബന്ധപ്പെട്ട് വിവാഹം, പ്രണയം, കുടുംബം, പങ്കാളി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാകുന്നു. 3 തരത്തിലുള്ള ഹൃദയരേഖയുള്ള വ്യക്തികളാണ് ഈ ലോകത്ത് ഉണ്ടാവുക. അത്തരത്തിൽ 3 തരത്തിലുള്ള ഹൃദയരേഖയുടെ ഘടനയാണ് ഉള്ളത് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ 2 കൈകളും ചേർത്ത് വച്ച് സ്വയം നോക്കുക. ചെറുവിരൽ ഒരേപോലെ തന്നെ നേർരേഖയിൽ വന്നാൽ മാത്രമേ ശരിയായ രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കൂ എന്ന കാര്യവും ഓർക്കുക. ഇവിടെ തന്നിരിക്കുന്നത് 3 തരത്തിലുള്ള ഹൃദയരേഖയുടെ ഘടനയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് വലത് കൈയിലെ ഹൃദയരേഖ മുകളിലേക്കും, രണ്ടാമത്തേത് ഇടത് കൈയിലെ ഹൃദയരേഖ താഴേക്കും, മൂന്നാമത്തേത് 2 രേഖ ഒരേ ലൈനിൽ ചന്ദ്രക്കല പോലെ ഉള്ളതുമാകുന്നു. ഇതിൽ ഏതാണ് നിങ്ങളുടെ രേഖ, കൈരേഖ എന്ന് നോക്കുക. നിങ്ങളുടെ ഹൃദയരേഖ ഏതാണോ അതുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൽ നിങ്ങളുടെ ഹൃദയരേഖ തിരഞ്ഞെടുക്കാനുള്ള സമയമാണ് ഇപ്പോൾ. ഏവരും നിങ്ങളുടെ ഹൃദയരേഖ തിരഞ്ഞെടുക്കുക. ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും നിങ്ങളുടെ ഇഷ്ടദേവത ആരാണോ ആ ദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സാമ്പത്തികപരമായി അല്പം ബുദ്ധിമുട്ടുള്ളവരും അതേപോലെ തന്നെ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കുവാൻ ആഗ്രഹിക്കുന്നവരും ഈ പൂജയുടെ ഭാഗമാകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ ഹൃദയരേഖയാണ് നിങ്ങളുടേത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. ഹൃദയമലിവ് ഉള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ പെട്ടെന്ന് മനസ്സലിയുന്നവരാണ് നിങ്ങൾ. പെട്ടെന്ന് തന്നെ ക്ഷമിക്കുവാൻ സാധിക്കുന്നവർ. അവർ നിങ്ങളോട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും പെട്ടെന്ന് ക്ഷമിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. ലോല ഹൃദയരാണ് എന്ന് തന്നെ പറയാം. പെട്ടെന്ന് മനസ്സ് അലിയുന്നവരാണ് നിങ്ങൾ. എത്ര വലിയ ശത്രുവാണ് എങ്കിൽ പോലും അവരോട് ക്ഷമിക്കുവാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. മറ്റുള്ളവർക്ക് എപ്പോഴും അവർ അറിയിക്കുന്ന രീതിയിൽ ബഹുമാനം നൽകുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് ആദരം നൽകുന്നവരാണ് എന്ന് പറയാം. കൂടാതെ നിങ്ങളുടെ ഒരു പ്രത്യേകത വിനയമാണ് എന്ന് തന്നെ പറയാം. വിനയം ഉള്ളവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് അകമഴിഞ്ഞ സഹായം നൽകുവാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് സഹായം നൽകുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. അറിയാതെയാണ് എങ്കിൽ പോലും നിങ്ങൾ ആ സഹായം അവർക്ക് നൽകും. കയ്യിലുള്ള രീതിയിലാണ് നിങ്ങൾ സഹായിക്കുക എങ്കിലും സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്കുണ്ട്. ഒന്നും തിരിച്ച് ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുക എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. നിങ്ങൾ എപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് എന്നതും വാസ്തവമാകുന്നു. ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സഹായിക്കുന്നവർ എന്ന നല്ല മനസ്സിന് ഉടമകൾ കൂടിയാണ് നിങ്ങൾ. സന്തോഷം ജീവിതത്തിൽ പലപ്പോഴും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരാൽ നിങ്ങൾക്ക് സന്തോഷം ലഭിക്കണം എന്നില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ സന്തോഷം പകർന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ തിരികെ ലഭിക്കാത്ത അവസ്ഥകൾ നിങ്ങൾക്കുണ്ട്. പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. ഇത്തരത്തിലുള്ള അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുമുണ്ട്. സ്വന്തം കഴിവിലും കഴിവില്ലായ്മയിലും അറിവുള്ളവരാണ് നിങ്ങൾ. എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. സ്വന്തം പോരായ്മ മനസ്സിലാക്കുന്നവരാണ് എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പറയാം. സൗഹൃദം പെട്ടെന്ന് ഉണ്ടാകുന്നവരാണ് നിങ്ങൾ. അതായത് പെട്ടെന്ന് വ്യക്തികളുമായി സൗഹൃദം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും നൽകുന്നവരാണ് നിങ്ങൾ. അതിനുവേണ്ടി പല കാര്യങ്ങളും ത്യജിച്ചിട്ടുണ്ട് എന്ന കാര്യവും വാസ്തവം തന്നെയാകുന്നു. പെട്ടെന്ന് ബന്ധങ്ങൾ ഉണ്ടാകുന്നവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എപ്പോഴും സന്തോഷത്തിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നവരും
അത്തരത്തിൽ പലപ്പോഴും ഇരിക്കുവാൻ സാധിച്ചിട്ടുള്ളവരുമാണ് നിങ്ങൾ. പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങളെ പലരും മുതലെടുത്തിട്ടുണ്ട് എന്നതും വാസ്തവമാകുന്നു. ഇപ്പോൾ അതേക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങളുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കും എന്നതിനാലാണ് ഈ കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നത്. അതിനാൽ ഈ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് എപ്പോഴും വേണം. എപ്പോഴും ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം വിഷമിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അത് വേണ്ടപ്പെട്ടവരിൽ നിന്നാകുമ്പോൾ വിഷമം ഇരട്ടിയാകും എന്നതാണ് വാസ്തവം. പലപ്പോഴും പല കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എങ്കിലും അത് ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. പലപ്പോഴും പല വ്യക്തികളുമായി ബന്ധപ്പെട്ടുമാണ് ഇത്തരത്തിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുക. അത് പ്രധാനപ്പെട്ട കാര്യങ്ങളാകാം. പ്രധാനമായും ഇത്തരം കാര്യങ്ങളാണ് ആദ്യത്തെ ഹൃദയരേഖയുമായി ബന്ധപ്പെട്ട വ്യക്തികളെക്കുറിച്ച് പരാമർശിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് തിരുത്താനുള്ള കാര്യങ്ങൾ തിരുത്തി മുന്നോട്ട് പോകുവാൻ ഏവരും ശ്രദ്ധിക്കുക. ഇടത് കൈയിലെ ഹൃദയരേഖ താഴേക്കുള്ളവരെ കുറിച്ചാണ് ഇനി പരാമർശിക്കാൻ പോകുന്നത്. അത്തരത്തിൽ കൈരേഖ ഉള്ളവരെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് രണ്ടാമത്തെ കൈരേഖ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇപ്രകാരമാകുന്നു. സ്വന്തം കാലിൽ നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരും അതിൽ വിജയം കണ്ടെത്തുന്നവരുമാണ് ഇവർ. സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ് എന്ന് നിസ്സംശയം പറയാം. വ്യത്യസ്തരാണ് ഇവർ. വ്യത്യസ്തമായ സ്വഭാവ രീതികൾ പുലർത്തുന്നവരാണ് എന്ന് തന്നെ പറയാം. സ്വാതന്ത്ര്യം പൊതുവെ ഇഷ്ടപ്പെടുന്നവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയുവാൻ സാധിക്കും. ആത്മവിശ്വാസം വളരെയധികം ഉള്ളവരാണ് ഇവർ. അതിനാൽ തന്നെ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ഇവർക്ക് സാധിക്കും. ചെയ്ത കാര്യങ്ങൾ തെറ്റിയാൽ പോലും ഞാൻ കാരണമാണ് അത്തരത്തിൽ സംഭവിച്ചത്, എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന ബോധ്യമുള്ളവരും അത് തുറന്ന് പറയുവാൻ മടി ഇല്ലാത്തവരുമാണ് നിങ്ങൾ. മറ്റുള്ളവരാൽ തെറ്റ് സംഭവിച്ചാൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ഒരുപാട് വിഷമിക്കുകയും ചെയ്യും. അതായത് അത്തരത്തിൽ ആ തെറ്റ് സംഭവിച്ചു എന്ന് നിങ്ങൾ പല ആവർത്തി അത് പറയുന്നതാകുന്നു. അത് പല സന്ദർഭങ്ങളിൽ പറയുന്നതാകാം, പക്ഷെ അത്തരത്തിൽ പറയുന്നതാകുന്നു. സ്വന്തം വാക്ക്, സ്വന്തം അഭിപ്രായം തുടങ്ങിയ കാര്യങ്ങൾക്ക് വളരെയധികം വില നൽകുന്നവരും അത്തരം കാര്യങ്ങൾ എപ്പോഴും പാലിക്കുവാൻ അല്ലെങ്കിൽ വളരെ ചിന്തയോടെ തന്നെ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. പലപ്പോഴും അത്തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും നിങ്ങൾ പറയുക. ചെറുപ്പത്തിൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകുവാൻ താല്പര്യപ്പെടുന്നവരും അത്തരത്തിൽ പോകുന്നവരുമാണ് നിങ്ങൾ. സ്വന്തം കാര്യം ചെയ്യുവാൻ വളരെയധികം താല്പര്യപ്പെടുന്നവരാണ് ഇവർ. മറ്റുള്ളവരുടെ സഹായം ഇല്ലാതെ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവർ നിങ്ങളെ അഹങ്കാരി എന്ന് പലപ്പോഴും പറയും. എന്നാൽ ഇവർ അങ്ങനെയല്ല എന്നതാണ് വാസ്തവം. നല്ല മനസ്സ് ഉള്ളവരാണ് ഇവർ. നല്ല കഴിവ് ഇവരുടെ പ്രത്യേകതയാകുന്നു. പലപ്പോഴും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്ന വ്യക്തികളാണ് ഇവർ എന്നതും ഇവരുടെ ഒരു പ്രശ്നം തന്നെയാകുന്നു. ഇവരെ കുറ്റപ്പെടുത്തിയാൽ അത് പിന്നീട് മാറ്റി പറയേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരും. സ്നേഹിച്ചാൽ തുറന്ന് അവരോട് എല്ലാ കാര്യങ്ങളും ഇവർ പറയണം എന്നില്ല. പല കാര്യങ്ങളും മനസ്സിൽ ഒതുക്കുന്നവർ തന്നെയാണ് ഇവർ. അത് പലപ്പോഴും സ്നേഹമായിരിക്കാം. സ്നേഹം പോലും പലപ്പോഴും ഇവർ എത്ര നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. പലപ്പോഴും ആ സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാതെ മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നവരാണ് നിങ്ങൾ. മനസ്സിൽ സൂക്ഷിക്കുകയും മറ്റുള്ളവർ തിരിച്ചറിയാത്ത വിധം മറ്റുള്ളവരെ ഏവരെയും സ്നേഹിക്കുവാൻ മനസ്സുള്ളവരാണ് നിങ്ങൾ. അതിനാൽ മനസ്സിലുള്ള കാര്യങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്നില്ല. പല കാര്യങ്ങളും മനസ്സിൽ ഒളിപ്പിക്കുന്നവർ കൂടിയാണ് ഇവർ. മറ്റുള്ളവർ ഇവരുടെ കഴിവിനാൽ ആകർഷിക്കപ്പെടുന്നതാകുന്നു. അത് പലപ്പോഴും വൈകിയായിരിക്കാം മനസ്സിലാവുക. എന്നാൽ പോലും ഇവരുടെ കഴിവ് കണ്ട് മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന അവസരങ്ങൾ പോലും ജീവിതത്തിൽ വന്നു ചേരും. അത്രയധികം പ്രത്യേകതകളാണ് ഇവർക്ക് ഉള്ളത് എന്ന കാര്യവും നാം അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. മൂന്നാമത്തെ രേഖയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ കൈരേഖ ഇപ്രകാരമാണ് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ളവരാണ് നിങ്ങൾ. ഹൃദയം കൊണ്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. അത്രമേൽ ആത്മാർത്ഥത ഉള്ളവരാണ് നിങ്ങൾ. പൊസസീവ്നെസ് ഉള്ളവരാണ് നിങ്ങൾ.
അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ ഇഷ്ടപ്പെടുന്നവർ ജീവിക്കണം എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് പലപ്പോഴും വാശി പിടിക്കുന്നവരുമാണ് അവർ. അവരോട് കൂടുതൽ സ്നേഹം വേണം, അതായത് ഈ വ്യക്തികളോട് കൂടുതൽ സ്നേഹം വേണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വാശി പിടിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. പെട്ടെന്ന് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകണം എന്നില്ല. ഉണ്ടായാൽ ജീവിതകാലം മുഴുവൻ അവരുമായി ആ ബന്ധം സുഹൃത്ത് ബന്ധം പുലർത്തുകയും ചെയ്യും. ആർക്കും വിട്ടുകൊടുക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത്. വശീകരണ ശക്തി ഇവർക്കുണ്ട്. അതായത് ഇവരുടെ കണ്ണ്, സംസാരം, ബോഡി ലാംഗ്വേജ്, നടപ്പ് തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തന്നെ മറ്റുള്ളവർക്ക് വളരെയധികം വശീകരണ ശക്തിയുള്ളതാകുന്നു. അത്രമേൽ ആകർഷിക്കുവാൻ സാധിക്കുന്ന രീതിയാണ് എന്ന് തന്നെ പറയാം. സ്നേഹിച്ചാൽ, ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ ആത്മാർത്ഥതയോടെ മാത്രമേ സ്നേഹിക്കൂ. അങ്ങേയറ്റം സ്നേഹിക്കുകയും അതേപോലെ തന്നെ ദേഷ്യം വരികയാണ് എങ്കിൽ വളരെയധികം ദേഷ്യപ്പെടുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അത്രമേൽ അവരെ സ്നേഹിക്കുന്നു എന്നതാണ് വാസ്തവം. പിന്നീട് ദേഷ്യപ്പെട്ടതിന് ശേഷവും വീണ്ടും ഇരട്ടി സ്നേഹിക്കും എന്നതാണ് വാസ്തവം. അത്രമേൽ സ്നേഹത്തിന് ഒരു വില നൽകുന്നവരാണ് ഇവർ എന്ന് തന്നെ പറയാം. പ്രണയകാര്യം നോക്കുകയാണ് എങ്കിൽ അല്പം നാണം ഉള്ളവരാണ് ഇവർ. മനസ്സിൽ വളരെ റൊമാൻറ്റിക് ആയവരാണ് എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും ചിന്തിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം വില നൽകുകയും ചെയ്യും. പലപ്പോഴും ഇത്തരത്തിൽ ചെയ്യുകയും മറ്റുള്ളവരുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും. മറ്റുള്ളവർ പറയുന്നത് ശരിയാണ് എങ്കിൽ, അവർ പറയുന്ന അഭിപ്രായത്തിന് മൂല്യമുണ്ട് എങ്കിൽ തീർച്ചയായും അതിന് വില നൽകുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. വിവാഹ ജീവിതത്തിൽ ഇതിനാൽ ഗുണകരമായ മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരും. വളരെ അനുകൂലമായ ബന്ധമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കാരണം ഇത്തരമൊരു സ്വഭാവ രീതി ഇവർക്ക് തർക്കങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും. ദേഷ്യമുള്ളവരെ രമ്യതയിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് ഇവർ. വാക്ചാതുര്യം എടുത്ത് പറയേണ്ട ഒരു മേന്മ തന്നെയാകുന്നു, അഥവാ കഴിവ് തന്നെയാണ് എന്ന് തന്നെ പറയാം. വീണിടം വിഷ്ണുലോകം എന്ന് കരുതി മുന്നോട്ട് പോകുന്നവർ എന്നതും ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. ജീവിതകാലം മുഴുവൻ വിഷമിക്കാതെ പൊരുതി മുന്നേറുവാനാണ് ഇവർക്ക് താല്പര്യം. ഒരിക്കലും തോൽക്കുവാൻ താല്പര്യപ്പെടുന്നവരല്ല എന്ന് തന്നെ ഇവരെ കുറിച്ച് പറയാം. പലപ്പോഴും കൂടുതലും അറേഞ്ച് മാരേജിനാണ് സാധ്യത കൂടുതൽ. എന്നിരുന്നാലും ലവ് മാരേജ് നടക്കില്ല എന്നല്ല പറയുന്നത്. കൂടുതലും സാധ്യത അറേഞ്ച് മാരേജിന് തന്നെയാകുന്നു. കൂടാതെ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കൂടാതെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് എങ്കിൽ അത് നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുകയും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ വളരെയധികം സ്വപ്നങ്ങൾ കാണുവാൻ താല്പര്യമുള്ളവരും അത് ഹോബിയായി എടുക്കുന്നവരുമാണ് എന്ന് തന്നെ പറയാം. ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സ്വപ്നങ്ങൾ നടക്കണം, ജീവിതത്തിൽ നടക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ് നിങ്ങൾ. മൂന്നാമത്തെ, കൈരേഖ തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളാണ് പരാമർശിക്കാനുള്ളത്.